പത്മജ കോൺഗ്രസിന് ചെറിയ നേതാവല്ല. നേരത്തെ എ കെ ആന്റണിയുടെ മകനൊക്കെ പാർട്ടി വിട്ടപ്പോൾ ഇത്രയധികം പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. കാരണം എ കെ ആന്റണിയുടെ മകൻ താരതമ്യേന പുതുമുഖമായിരുന്നു, പാർട്ടിയിൽ ഒരുപാട് സ്ഥാനങ്ങളൊന്നും വഹിക്കാതിരുന്ന ആളാണ്. പക്ഷേ മറുവശത്ത് പത്മജ വേണുഗോപാലിനെ പോലെ കെ കരുണാകരന്റെ മകൾ ദീർഘകാലമായി പാർട്ടിയിൽ അംഗമായ ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പോൾ അത് ചില്ലറാഘാതമല്ലല്ലോ കോൺഗ്രസിനുണ്ടാക്കുന്നത്. രഞ്ജിത്ത്, ഈ വാർത്ത ആദ്യമായിട്ട് ഇന്നലെ അറിയുമ്പോൾ ആ പറഞ്ഞ ആൾ ചോദിച്ചത് താങ്കൾക്ക് ഇതൊരു ഷോക്കാകുമോ, ഒരു വാർത്ത പറയാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ഷോക്കാകുന്നത് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഈ വാർത്ത പറഞ്ഞപ്പോൾ ഞാൻ രാഷ്ട്രീയപരമായ ബന്ധമൊന്നുമല്ല, പക്ഷേ വളരെയധികം ഞാൻ ഞെട്ടിപ്പോയി. ഈ ഞെട്ടൽ നമ്മുടെ വാർത്ത ഇന്നലെ ഫേസ്ബുക്ക് വന്നപ്പോൾ അതിൽ അപർണക്കുറുപ്പിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ആ ഒരു സൈബർ അറ്റാക്കും ഇതിൻ്റെ ഭാഗമായിട്ട് കാണാം. കാരണം കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇത്രയൊരു നേതാവ്. അതായത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളിൽ ഒരാളായിരുന്നു, അല്ലെങ്കിൽ 3 നേതാക്കളിൽ ഒരാളായിരുന്നു കരുണാകരൻ. ആ കരുണാകരൻ്റെ മകൾ അവരുള്ള ആ കരുണാകരൻ ലോയലിസ്റ്റുകളുടെ ആൾക്കാരുമായി ഏറ്റവും അധികം അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പാർട്ടി വിട്ടു പോകുന്നത് അവർക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. അതാണ് ആ രോഷപ്രകടനവും സൈബർ അറ്റാക്കിൻ്റെയും പുറകിലുള്ളതെന്ന് ഞാൻ കരുതുന്നു. ഇത് കാണിക്കുന്നത് അവർക്ക് പാർട്ടിയിലുള്ള ആ ബന്ധമാണ്. ഇപ്പം അനിൽ ആൻ്റണി എന്ന് പറയുന്ന ആൾ ഇവിടെ മത്സരിക്കുവാൻ വരുന്നു, അല്ലെങ്കിൽ BJP ചേരുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഇവിടുത്തെ കോൺഗ്രസ്സുകാരുമായിട്ടോ BJP-ക്കാരോട്ടോ ബന്ധമില്ല. പക്ഷേ ഇവരങ്ങനെയല്ല. മാത്രവുമല്ല, കെ കരുണാകരൻ എന്ന നേതാവിന് കേരളത്തിൽ ഒന്നിലധികം സ്ഥലത്ത് ആഴത്തിൽ വേരുകളുള്ള ബേസുള്ള ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും ഇങ്ങനെ മലപ്പുറത്താണെങ്കിലും ഒക്കെ കോൺഗ്രസിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു ശക്തനായ നേതാവ് തന്നെയാണ്. അവരിൽ കരുണാകരൻ്റെ വിയോഗത്തിന് ശേഷം അവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുകയും അവർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് കോൺഗ്രസ് വിട്ടുപോകുന്നത് കോൺഗ്രസിൻ്റെ ഒരു വലിയ സംശയമുള്ളത്. കാരണം മറ്റൊന്നുമല്ല, പത്മജ വേണുഗോപാലിന് കരുണാകരൻ നമുക്കറിയാം പാർട്ടിയുടെ മുഖമായിരുന്നു, പാർട്ടി കെട്ടിപ്പടുത്ത നേതാവാണ്. ആ സ്ഥാനം നമുക്ക് വേണമെങ്കിൽ മുരളീധരന് കൽപ്പിച്ചു കൊടുക്കാം. പക്ഷേ പത്മജയ്ക്ക് ആ ഒരു ജനസ്വാധീനം, പാർട്ടിയിലുള്ള സ്വാധീനം എത്രത്തോളമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായെങ്കിലും പാർട്ടി പരിപാടികളിൽ കാര്യമായ സാന്നിധ്യമില്ല, പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു, തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് തോറ്റു. അങ്ങനെ നമുക്ക് കരുണാകരന്റെ ഒരു സ്വാധീനം പത്മജയ്ക്ക് പാർട്ടിയിലുണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ സാധിക്കുമോ ചന്ദ്രകാന്ത്? രഞ്ജിത്ത്, ഞാൻ പറഞ്ഞത് കരുണാകരന്റെ സ്വാധീനം പത്മജയ്ക്ക് ഉണ്ടെന്നല്ല. കരുണാകരൻ മരിച്ചു, ഇത്രയും കൊല്ലം കഴിഞ്ഞു. പക്ഷേ അതിനുശേഷവും അത്തരമുള്ള ആൾക്കാർക്ക്, വളരെ കരുണാകരൻ ലോയലിസ്റ്റുകളായ ആൾക്കാർ, അദ്ദേഹമായിട്ട് ബന്ധമുള്ള ആൾക്കാർ, DAC രൂപീകരിച്ചപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരിൽ പലരുമായിട്ടും അടുപ്പമുള്ള ആളാണ് തീർച്ചയായിട്ടും. അല്ലാതെ കരുണാകരന് പകരമായിട്ട്, അല്ലെങ്കിൽ AK ആന്റണിക്ക് പകരമായിട്ടോ ഉമ്മൻചാണ്ടിക്ക് പകരമായിട്ടൊരു നേതാവ് കേരളത്തിൽ വേറൊരു കോൺഗ്രസ് നേതാവില്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വാധീനം അത്രയില്ലെങ്കിലും അതിൻ്റെ ഒരു ആനുപാതികമായ രീതിയിലെങ്കിലും ആ സ്വാധീനം ഉണ്ട് അവർക്ക്. അല്ലാതെ അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ജയിച്ച ആളല്ല, അല്ലെങ്കിൽ മറ്റു പദവികളൊന്നും വഹിച്ച ആളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനത്തെപ്പറ്റി നമുക്ക് വലിയ രീതിയിൽ അങ്ങോട്ട് ഉയർത്തി കാണിക്കേണ്ട ആവശ്യമില്ല. കെ മുരളീധരനെ പോലെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കെ മുരളീധരന് പകരം വെക്കുന്ന ആളല്ല പത്മജ. പക്ഷേ പത്മജയ്ക്ക് തീർച്ചയായും കരുണാകരൻ്റെ വിഭാഗത്തിൽ, കരുണാകരൻ്റെ ലോയലിസ്റ്റുകൾക്കിടയിൽ ഇപ്പോഴും ഒരു സ്വാധീനമുണ്ട് എന്നുള്ളതിനകത്ത് ഒരു തർക്കമില്ലാത്ത വസ്തുതയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, അത് തന്നെയാണ്.